ഞാൻ ഇന്ന് പഠിച്ച പാഠമാണ്. ഒറ്റ ദിവസം തന്നെ ഇരുന്ന് എല്ലാം മുഞ്ചം പറ്റൂല. ഇപ്പോഴായിട്ട് പണിയൊന്നും ചെയ്യേണ്ട വിചാരിച്ച് നിന്നതേ ഉള്ളൂ. അതോ പണി കിട്ടി. ാണ് നമ്മൾ ധോണി പറഞ്ഞാൽ കേട്ടുള്ളതാണ്. നമ്മൾ റിസൾട്ടിൻ്റെ ബാക്കിൽ നല്ല പോകേണ്ടത്, പ്രോസസ്സാണ് നമ്മൾ എൻജോയ് ചെയ്യേണ്ടത്. എൻ്റെ പ്രശ്നം അതാണ്. നമ്മളിപ്പോൾ ഹായ് ഗൈസ്, ഇപ്പോൾ നമ്മൾ ഡേ ഇന്ന് സ്റ്റാർട്ട് ഇപ്പോൾ തുടങ്ങുകയാണ്. ഞാൻ കുറേ ബുക്കുകൾ വായിച്ചിട്ടുണ്ട്. ഞാൻ ആർക്കും അങ്ങനെ ഒരു ബുക്ക് റെക്കമെൻഡ് ചെയ്യൂല. പക്ഷേ എൻ്റെ ലൈഫിലെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ കറക്റ്റ് എന്താണ് എന്ന് ഈ ബുക്കിൽ പറയുന്നുണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ബുക്കാണ്. ഈ ബുക്ക് വായിച്ച സമയത്ത് നല്ല ചേഞ്ച് ഉണ്ടായിരുന്നു. പിന്നെ ഈ ബുക്ക് വിട്ടിട്ട് വേറെ ബുക്കുകൾ വായിച്ചു തുടങ്ങിയപ്പോഴേക്കും മൈൻഡ് പോയി. നമ്മളിപ്പോൾ ഒരു സിനിമ കാണുമ്പോൾ ആ സിനിമയിൽ ഒരു രംഗം വരുമല്ലോ. ഇപ്പം KGF കാണുമ്പോൾ റോക്കി ബൈ അമ്മയ്ക്ക് മറ്റേ ബണ്ണിൻ്റെ കഥയൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഫീൽ വരില്ലേ? അതേപോലെ ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് ഇപ്പോൾ അയൺമാൻ ആയ പോലും അയൺമാൻ ആ സാധനം പറയുന്ന സമയത്ത് നമുക്കൊരു ഫീലുണ്ട്. ആ സമയത്ത് നമ്മളാണ് അയാളാണെന്നൊരു ലൈഫിൽ നമ്മൾ നിൽക്കുന്ന പോലെ ഒരു കുറച്ച് നേരം ആ ഒരു എനർജിയാണ്. അങ്ങനെ ഈ ബുക്ക് വായിക്കുമ്പോൾ നല്ലൊരു എനർജി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് മുതൽ ഞാൻ ഇനി ഓരോ ടൈമും ഞാൻ ടൈം ലൈൻ പോലെ വെച്ചിട്ടുണ്ട്. ഓരോ സമയത്തും വായിക്കേണ്ട കറക്റ്റ് പോയി ഞാൻ വായിക്കാനാണ് വിചാരിക്കുന്നത്. ഇങ്ങനെ പാല് വാങ്ങി വീട്ടിലോട്ട് നടക്കുകയാണ്. ഇപ്പോഴായിട്ട് പണിയൊന്നും ചെയ്യേണ്ട വിചാരിച്ച് നിന്നതേ ഉള്ളൂ. അതോ പണി കിട്ടി. ഫ്രിഡ്ജിൻ്റെ സൈഡിൽ വെച്ചിരുന്നത് പൊട്ടിച്ചതൊന്നുമല്ല, പൊട്ടിക്കാത്ത പുതിയ സാധനമായിരുന്നു. തറയിൽ വീഴുന്നത്, തറയും എല്ലായിടം ആയിരുന്നു. ഇതെല്ലാം ഇനി തുടച്ച് പണി ഇല്ലെന്ന് വിചാരിക്കാൻ പണി ഉണ്ടാക്കുകയാണ് ചെയ്യണം. ഇവിടെ കൂടെ പണി പണി വരും. ഒരു കാര്യം ചെയ്യുമ്പോൾ അത് മാത്രം മൈൻഡിൽ വരണമെന്ന് പറയണം. ഇപ്പോൾ ഇവിടെ ഇരുന്ന് ഓവർ തിങ്ക് ചെയ്യായിരുന്നേ. ഈ സാധനം കണ്ട ഡേറ്റ്സിൻ്റെ കൂട്ടത്തിൽ ഇട്ടതാണ്. എന്ന് പറഞ്ഞാൽ ഡേറ്റ്സിനെ പൊളിച്ചിട്ട് ഇട്ടതാണ്. അതിൻ്റെ കൂട്ടത്തിൽ കുരുവിനെ എടുത്ത് കളയേണ്ട സാധനത്തിനെ കുരുവിന് ഇവിടെ ഇട്ടിട്ട് ഡേറ്റ്സിനെ കളഞ്ഞില്ല, അതിനകത്ത് തന്നെ ഇട്ട് കുരുവും കൂടെ ഇട്ട്. ഓക്കെ, ഞാൻ അങ്ങനെ പ്ലാൻ ഉണ്ടാക്കി. സിലബസ് ഡേറ്റ് നോക്കണം. 2025 സിലബസാണ്. ഇപ്പോൾ 26 കഴിഞ്ഞ വർഷം സിലബസ് ഇതുവരെ പഠിച്ചു പോലും തീർത്തില്ല. പൊട്ടിച്ച് വെച്ചത് മാത്രം മിച്ചം. ഈ വർഷം മുതൽ നമ്മൾ ഇതിനെ സെറ്റാക്കും, തീർക്കുന്നു. ഇത് ഞാൻ തുടങ്ങുന്നതെന്ന് പറഞ്ഞല്ലോ, അത് മാത്സ് ഞാൻ കലണ്ടറിലാണ് തുടങ്ങുന്നത്. ആദ്യമേ വലിയ കട്ടിയുള്ള ചാപ്റ്റർ എടുത്ത് കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റില്ല. സോ ഈസി ചാപ്റ്ററാണ്. പിന്നെ ഇംഗ്ലീഷാണ് ബേസിക് നിന്നാണ് തുടങ്ങുന്നത്. പാർട്ട് ഓഫ് സ്പീച്ചിൽ നിന്ന് തുടങ്ങാൻ വിചാരിച്ചു. കാരണം കാര്യം അറിഞ്ഞുകൂടാ, അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ബേസിക് എന്താണെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അത് ഞാൻ ഗൂഗിൾ ജെമിനി എടുത്ത് ചോദിച്ചാണ് ഒരു ഓർഡർ ഉണ്ടാക്കി, എവിടെ നിന്നാണ് പഠിച്ച് തുടങ്ങേണ്ടതെന്ന്. അങ്ങനെ അത് പറഞ്ഞു തന്നാണ് ഞാൻ ഇപ്പോൾ ആ ഒരു സൈഡിൽ നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു കാര്യമുണ്ട്, നമുക്ക് കിട്ടണതും കിട്ടാത്തതെല്ലാം രണ്ടാമത്തെ കാര്യമാണ്. ഏറ്റവും ഫൈനൽ സ്റ്റേജാണ്. നമ്മൾ ധോണി പറഞ്ഞാൽ കേട്ടുള്ളതാണ്. നമ്മൾ റിസൾട്ടിൻ്റെ ബാക്കിൽ നല്ല പോകേണ്ടത്, പ്രോസസ്സാണ് നമ്മൾ എൻജോയ് ചെയ്യേണ്ടത്. എൻ്റെ പ്രശ്നം അതാണ്. നമ്മളിപ്പം 1 വർഷം കഴിഞ്ഞിട്ട് എക്സാം വന്നതിന് ശേഷം കിട്ടുന്നതോ ഫെയിൽ ആവുന്നതോ ഒന്നും നമ്മളെ ബാധിക്കുന്നതല്ല. നമ്മൾ അത് ഓർത്ത് തന്നെ ഇപ്പോഴത്തെ കാര്യം നമ്മൾ ചെയ്യൂല. സോ ഇപ്പോഴത്തെ കാര്യം നമ്മൾ ചെയ്യേണ്ടത് പ്രോസസ്സ്, പഠിക്കുക എന്ന ഒറ്റ പ്രോസസ്സാണ് നമുക്കുള്ളത്. കിട്ടിയില്ലെങ്കിൽ പോട്ടെ, ട്രൈ ചെയ്യണ്ടേ. 100% ഒരിക്കലും ട്രൈ ചെയ്യുക. അതാണ് എൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യം. കുറേ നാൾ നോക്കിയിട്ടില്ല. സത്യം പറഞ്ഞാൽ ഇതുവരെ നോക്കിയിട്ടില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം ഒന്ന് നോക്കുക, ട്രൈ ചെയ്യുക. എൻ്റെ സൈഡിൽ നിന്നുള്ളൊരു 100% എഫർട്ട് എനിക്ക് ഇടണം. അത്രേ ഉള്ളൂ. ഡബിൾ മൈൻഡ് വേണ്ട, അത് ന്യൂട്രലാണ്. ഒറ്റ മൈൻഡ് മതി. നമുക്ക് ഈ യൂട്യൂബ് സംഭവം, ഇൻസ്റ്റയും ഇതെല്ലാം എങ്ങനെ ആൽഗോരിതം നോക്കാം. പിന്നെ സ്റ്റഡീസ് ആയാലും നമ്മളെ കൊണ്ട് പറ്റുന്നതും പഠിക്കാം. പറഞ്ഞില്ലേ, റിസൾട്ട് നോക്കണ്ട, പ്രോസസ്സ് നോക്കാം. പ്രോസസ്സ് എങ്ങനെയാണ് നമ്മൾ 100% എഫർട്ട് നമുക്ക് ഇടാം. ബാക്കി അത് പിന്നീടുള്ള കാര്യം. പ്രോസസ്സ് മാത്രം നോക്കിയാൽ മതി. പ്രോസസ്സിൽ എൻജോയ് ചെയ്യണം. ആ മൈൻഡ് മതി. അങ്ങനെ കുറേ നേരത്തിന് ശേഷം പഠിക്കാൻ വേണ്ടി ഞാൻ കറങ്ങി ഇരുന്നപ്പോഴേക്കും ചുമ്മാ ടേബിളൊന്ന് കയറി നോക്കിയതാണ്. വേറൊരു പോയിന്റാണ്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടോക്കെ. ഇപ്പൊ പഠിക്കാതിരുന്നാൽ നാളെ ഒരുപാട് കണ്ണീര് കാണേണ്ടി വരും. ഒരാൾക്ക് കുട്ടിന്റെ വേണ്ടപ്പെട്ടവർക്ക് അസുഖം വന്നാലോ അവർക്കൊരു ആവശ്യം വന്നാലോ അത് സാധിച്ചു കൊടുക്കാൻ പറ്റാതിരിക്കുമ്പോൾ ഉള്ള വിഷമോ ഫ്രസ്ട്രേഷനും വേറെ ഒന്നിനും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ഹോസ്പിറ്റൽ കേസ്. നമ്മുടെ വേണ്ടപ്പെട്ട ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു അസുഖം വന്നിട്ട് അത് ട്രീറ്റ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ കാശില്ലെന്ന് ആലോചിക്കുമ്പോഴായിരിക്കും നമ്മൾ ഏറ്റവും വലിയ ഫെയിലിയർ ആണെന്ന് നമ്മൾ ചിന്തിക്കുന്നത്. സോ ടൈം ഈസ് എവറിത്തിങ്. അത് വേസ്റ്റ് ചെയ്യരുത്. പഠിക്കേണ്ട സമയത്ത് പഠിക്കുക, അതിൽ ടൈം മുടക്കുക, നല്ലൊരു ജോലി വാങ്ങിക്കുക, മുന്നോട്ട് പോവുക. ഇതിൽ കൂടുതലൊന്നും വേറെ നിന്നോട് പറയാനില്ല എനിക്ക്. സാഹചര്യം ഉള്ളപ്പോ നന്നായിട്ട് പഠിച്ചോ. കാരണം ഓരോ വർഷം കഴിയും തോറും പ്രായത്തിനോട് കൂടെ
റെസ്പോൺസിബിലിറ്റീസും ചെറുതായിട്ട് കൂടി വരും. ഒരു പോയിന്റ് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ വിചാരിക്കും ആ സമയത്ത് ഒന്ന് പഠിച്ചിരുന്നുവെങ്കിൽ നല്ലതായിരുന്നു എന്ന്. അതെപ്പോഴും പലർക്കും മനസ്സിലാവുന്നത് വൈകിയാണ്. എനിക്കും വൈകി മനസ്സിലായ ആളാണ്, പക്ഷെ എനിക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ പഠിച്ചു. നിങ്ങൾ പഠിച്ചോ നന്നായിട്ട്. ഇന്ന് ഞാൻ പോയ സ്ലോട്ടർ ഹൗസിൽ ആൾക്കാരൊക്കെ ജോലി ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരാളുടെ മൊത്തം സന്തോഷമില്ല. അവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നെഗറ്റീവാണ്. ആ തണുപ്പത്ത് പാവങ്ങളോടെ പണി എടുക്കണ്ടെങ്കിൽ ഐ റെസ്പെക്ട് ദം. അവരോട് ജോലി ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് നമുക്ക് ഫുഡ് വരുന്നത് എന്നെ പോയിന്റ്. പക്ഷെ അവരോട് ജോലി ചെയ്യുന്നത് അവരുടെ കുറെ ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്തിരിക്കണ്ടല്ലോ, അവർക്ക് വേണ്ടി മാത്രമായിരിക്കും അവരോട് ജോലി ചെയ്യണം. അതല്ലാതെ ആരും അവിടെ ജോലി ചെയ്ത് എനിക്ക് തോന്നുന്നു അത്രയും തണുപ്പ്. അവരൊരാളുടെ നമുക്ക് പോലും സന്തോഷമില്ല, ഒന്നുമില്ല. അവർ വരുന്നു, ജോലി ചെയ്യുന്നു, പോകുന്നു. അപ്പൊ നിങ്ങൾ പഠിക്കാൻ അവസരമുള്ളപ്പോൾ പഠിച്ചോ, അല്ലെങ്കിൽ യു വിൽ എൻഡ് അപ്പ് സംവെയർ നിങ്ങൾക്ക് ഇഷ്ടമില്ലാണ്ട്. സോ പഠിക്കാൻ മോട്ടിവേഷൻ ഇല്ലാതിരുന്നാൽ എനിക്ക് മോട്ടിവേഷൻ ഇല്ല. സത്യം മോട്ടിവേഷൻ ഒരു കാര്യമില്ല, സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കണം. എന്നാലും സത്യമാണെങ്കിൽ പറഞ്ഞേ രണ്ടുപേരും പഠിക്കാൻ തുടങ്ങാം. പ്ലാനെല്ലാം സെറ്റാക്കി ഫുഡൊക്കെ കഴിച്ചു ഇരിക്കാം. ടൈമർ ഓൺ. അഞ്ച് മിനിറ്റ് ആയതേ ഉള്ളൂ. എൻ്റെ അടപ്പ് പറഞ്ഞു എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. പുഷ് ചെയ്യുക എന്നൊരു ഒരുവിധം വിഡ്രോവൽ പോലെയാണ്. പെട്ടെന്ന് ഇത്ര ദിവസം കിട്ടിക്കൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് കിട്ടാതായതിൻ്റെ ഒരു ഇതാണ്. കാരണം മുമ്പാണെങ്കിൽ ഞാൻ പഠിക്കാൻ ഇരിക്കുപോലും ഇല്ല. അപ്പം പഠിക്കാൻ ഇരിക്കാനായിട്ട് ഞാൻ പെട്ടെന്ന് കൊണ്ടിട്ട് പഠിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ബ്രെയിനിന് അതൊരു ഫോക്കസ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഒന്നുമില്ല, കേപ്പബിലിറ്റിയും ഇല്ല. 30 സെക്കൻഡിൽ നിന്ന് പെട്ടെന്ന് ഇത്രയും ദൂരം വരണേയല്ലേ. സോ ടൈം കൊടുത്ത് നമ്മളതിനെ സെറ്റാക്കണം. പിന്നെ എനിക്ക് ഫിയർ തോന്നി, അയ്യോ എന്നെ കൊണ്ട് പറ്റില്ല, പഠിക്കാൻ പറ്റില്ല. ആ ഒരു ഫിയർ വരുമ്പോഴാണ് നമ്മൾ നിർത്തിയിട്ട് എഴുന്നേറ്റ് പോകുന്നത്. എപ്പോഴും അങ്ങനെയാണ് എഴുന്നേറ്റ് പോകുന്നത്, പക്ഷേ ഇപ്രാവശ്യം എഴുന്നേറ്റ് പോകുന്നില്ല. എഴുന്നേറ്റ് പോകാത്ത റീസൺ വേറെ ഒന്നുമില്ല, വീഡിയോ തുടങ്ങി വെച്ചതുകൊണ്ട് എടുക്കണമല്ലോ, എടുക്കാൻ വേണ്ടി എന്തായാലും ഇരിക്കണമല്ലോ. പറയാൻ മറന്നു, ഇത് എൻ്റെ അണ്ണൻ്റെയാണ്, ബ്രദറിൻ്റെയാണ്. ഇങ്ങോട്ട് വന്ന് പിന്നെ അടിച്ചു മാറ്റിക്കൊണ്ടു പോകുന്നു. അല്ലെങ്കിൽ പുറത്ത് പോകുമ്പോൾ വീട്ടിൽ നിന്ന് തുണി ഇട്ടുകൊണ്ടാണ് പോകുന്നത്. ഇപ്പം വീഡിയോ എടുക്കുന്നതുകൊണ്ട് നല്ല തുണി ഇട്ടുകൊണ്ട് പോകാമെന്ന് പറഞ്ഞ് എടുത്തിട്ടാണ്. നല്ല വ്യത്യാസമുണ്ട്, ഇത്രയും വെയിറ്റ് കുറഞ്ഞു. ഇതെനിക്ക് കറക്റ്റ് ഫിറ്റായിരുന്നു, 2 മാസം കൊണ്ട് കുറഞ്ഞതാണ്. സന്തോഷമുണ്ട്. എന്തായാലും ഇത്രയും വ്യത്യാസമുള്ള സ്ഥിതിക്ക് നല്ല വ്യത്യാസമുണ്ട്. അത്യാവശ്യം എങ്ങനെയാ പറയാം, ഇത്ര നല്ല വ്യത്യാസമില്ലേ. ഇത്രയും നല്ല ടൈറ്റ് കറക്റ്റ് ഫിറ്റായിരുന്നു ഞാനാണിപ്പോൾ ഇത്രയായത്. ചിക്കൻ 200 സംതിങ് ആയിരുന്നു ചിക്കൻ ടോട്ടൽ ഉണ്ടായിരുന്നത്. വേസ്റ്റ് എല്ലാം പോയിട്ട് ഇപ്പോൾ വീട്ടിൽ വന്നിട്ട് തൂക്കി നോക്കിയപ്പോൾ 1500. അപ്പോൾ 700 ഗ്രാം അടുപ്പിച്ച് വേസ്റ്റായിട്ടാണ് പോകുന്നത്. അപ്പോൾ എത്ര വലിയ ചിക്കൻ എടുക്കുമോ അത്രയും ചിക്കൻ നമ്മൾക്ക് കിട്ടും കയ്യിൽ, അല്ലെങ്കിൽ ബാക്കി അത്ര വേസ്റ്റാണ്. ചിക്കൻ അങ്ങനെ കഴുകി കുറേ റെഡിയാക്കി, ഇനി കുറച്ചും കൂടെ റെഡിയാവുന്നുണ്ട്. ചെറിയ വിഷമമൊക്കെ തോന്നുന്നു. അഴകിയ രാവണൻ സിനിമ കണ്ടായിരുന്നു, ഫീൽ ഗുഡ് മൂവി. കൊച്ചിലെ കണ്ടതും വലുതായിട്ട് കണ്ടതിലും നല്ല വ്യത്യാസമുണ്ട്. ക്യാരക്ടർ മനസ്സിലാക്കുന്നു. ജിമ്മിൽ പോകാൻ സമയം, ഇനി ജിമ്മിൽ പോവാം. പക്ഷെ ഇതുവരെ പഠിച്ചില്ല. ജിമ്മിൽ പോയിട്ട് വന്നിട്ട് തേങ്ങ വീട്ട് പഠിക്കാം. ജിം ബിയറായി, ഇനി പോകാം. ാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞൂടാ. ചുമ്മാ കയ്യിൽ കിട്ടിയ എല്ലാം കൂടെ പറക്കി വെച്ച് കഴിക്കുന്നുണ്ട്. ഇതിൻ്റെ ആവശ്യമുള്ളൂ. ഞാനാണെങ്കിൽ സാധനം വാങ്ങാൻ പോയപ്പോൾ കണ്ട് വാങ്ങിയൊരു ബുക്കാണ്, ഡയറി.
നമ്മളുടെ ലിസ്റ്റ് ഉണ്ടല്ലോ, ഡെയിലി പഠിക്കുന്ന സാധനം ടാർഗറ്റ്, അതിന് ഇതിലെഴുതാം. അതാകുമ്പോൾ കുറച്ചും കൂടെ ഒരു ഗുമ്മുണ്ട് ഡയറി. ഞാൻ ഇന്ന് പഠിച്ച പാഠമാണ്, ഒറ്റ ദിവസം തന്നെ ഇരുന്ന് എല്ലാം മുഞ്ചം പറ്റൂല. തുടങ്ങിയതേ ഉള്ളൂ, കുറച്ചായിട്ട് പഠിച്ച് തീർക്കണം. അത് എല്ലാം ഒറ്റ ദിവസം ഉണ്ടാക്കാൻ നിൽക്കല്ലേ. പറ്റും ഒന്നാമത്തെ കാര്യം. ബട്ട് നീ ആണെങ്കിൽ ഇപ്പം വീട്ടിലെല്ലാം കാര്യം ചെയ്യുന്നത് ഞാനാണ്, എൻ്റെ സാധനങ്ങളെല്ലാം ചെയ്യുന്നത് ഞാനാണ്. കാരണം വീട്ടിലല്ല, സ്വന്തം കാര്യമാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ വീട്ടിലിവിടെ എന്തൊക്കെ ഉണ്ട് എന്തൊക്കെ ഇല്ല എന്ന് നോക്കണം, സാധനം വാങ്ങണം, വീട് വൃത്തിയാക്കണം, കഴിക്കാതെ ഉണ്ടാക്കണം. പിന്നെ ജിമ്മിൽ പോകണം മാത്രമേ പുറത്ത് പോകുന്നതായിട്ട് അത്യാവശ്യമായിട്ടുള്ളൂ. ബാക്കി എല്ലാ കാര്യവും സ്വന്തമായിട്ട് വീടിനകത്തിരുന്ന് ചെയ്യുന്നതാണ്. കിച്ചൺ ഡ്യൂട്ടീസും കൂടെ കയ്യിൽ വന്നപ്പോൾ സമയം എവിടെ പോകണമെന്ന് മനസ്സിലാവുന്നില്ല. അമ്മ എങ്ങനെ നിങ്ങളിതെല്ലാം ചെയ്തു? സോ ഇനി മുതൽ കിച്ചൺ ഡ്യൂട്ടീസിന് കുറച്ച് സെപ്പറേറ്റ് സമയം വയ്ക്കണം. അതും പഠിച്ചതിന് ശേഷം ചെയ്യാവൂ, എന്നാലേ നന്നായിട്ട് കാര്യമുള്ളൂ. ഞാൻ എല്ലാം കഴിക്കുന്നുണ്ട്, ഒന്നും പഠിക്കുന്നില്ല എന്നിപ്പോഴാണ് കറക്റ്റാണ് മനസ്സിലായത്. എന്തായാലും ഇപ്പോൾ സമയം 1:30 രാവിലെ, ഉച്ചയല്ല. ക്യാപ്ഷൻ കിട്ടി, ഡേ 0. ഇത് ഡേ 0 മതി, ഡേ 1 വേണ്ട. ഡേ 1 നാളെ മുതൽ. ഓക്കെ, അപ്പോൾ റിഗ്രറ്റ് അടിക്കില്ല. 1:30 കിടന്നുറങ്ങി രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുറച്ച് പഠിച്ചിട്ട് ഫുഡ് അടിക്കാം. ഫുഡ് കഴിക്കണമെങ്കിൽ പഠിക്കണം, പഠിച്ചാൽ ഫുഡ് കഴിക്കാവൂ. അതാണ് പുതിയ റൂൾ. അല്ലെങ്കിൽ എന്നെ മാത്രമേ ഉള്ളൂ. രാവിലെ എണീറ്റുടങ്ങി ചെയ്യാനുള്ള കാര്യം ഇപ്പോഴേ അങ്ങ് എഴുതി വയ്ക്കാം. സമയം എപ്പം വേറെ ഒരു ഇതുമില്ല. ബെല്ലടിക്കണം, എഴുന്നേൽക്കണം, വേറെ ഒരു ഓപ്ഷനും ഇല്ല. കേട്ടല്ലോ? പിന്നെ ഒരു കാര്യമുണ്ട്, ഇന്നിനെ വലിയ രീതിയിൽ ഫോൺ യൂസ് ചെയ്തില്ല. ഒരു സിനിമ ഉണ്ട്, അഴകിയ രാവണൻ, നല്ല സിനിമയായിരുന്നു. വിഷമം വന്നു, ലാസ്റ്റ് സന്തോഷം. അല്ലാണ്ട് ഇന്നിനെ വെറുതെ കുറച്ച് നേരം പിന്നെ ഷോപ്പിങ്ങിൽ കുറച്ച് സാധനം എടുത്തു. അല്ലാതെ ഞാൻ ഫോണൊന്നും എടുത്തില്ല. ക്യാമറ കൂടുതൽ നേരം ഇങ്ങനെ ഈ സംസാരിച്ചുകൊണ്ടിരുന്നത്. സോ ഇന്നത്തെ ദിവസം കുറേയൊക്കെ ഓക്കെയാണ്. അനാവശ്യ കാര്യങ്ങൾ കുറേയൊക്കെ മാറ്റി വെച്ചു. ഇൻസ്റ്റൻറ്റ് ഹാപ്പിനെസ്, ഇൻസ്റ്റൻ്റായിട്ട് കിട്ടുന്ന കുറേ സന്തോഷം ഇന്ന് മാറ്റി വെച്ചു. സോ ബട്ട് പഠിക്കുന്നതാണ് മെയിൻ പ്രയോറിറ്റി. നമ്മൾ അവിടെ നിന്ന് മാറാൻ പാടില്ല, ഒട്ടും മാറാൻ പാടില്ല. ഡേ 0 ഇങ്ങനെയായി, ഡേ 1 ശരിയാക്കണം കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ 1:30 ആയ സ്ഥിതിക്ക് 2, 3, 4, 5, 6, 7, 7:30 എണീക്കണം. എന്നിട്ട് എണീറ്റ് വന്നാൽ വേറെ ഒന്നുമില്ല, ഫസ്റ്റ് ഒരു മണിക്കൂർ പഠിക്കണം. എന്നിട്ട് പല്ലും തേക്കണം, ബാക്കി പരിപാടിയേ ഉള്ളൂ. വെള്ളം കുടിക്കണം, പഠിക്കാതിരിക്കണം, നത്തിങ് എൽസ്. ഓക്കെ, എൻ്റെ ഈ പ്രോമിസിനെ ചെയ്തോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി പാർട്ട് 2 വേണ്ടി വെയിറ്റ് ചെയ്യുക.